ആലപ്പുഴ കളർകോട്ടെ അപകടത്തിൽപ്പെട്ട കാർ ഓടിച്ചിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥി ഗൌരി ശങ്കറിനെ പ്രതി ചേർത്ത് സൌത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ബസ് ഡ്രൈവറെ പ്രതിയാക്കി ആദ്യം രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കിയാണ് പുതിയ റിപ്പോർട്ട്. അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ആൽവിൻ ജോർജിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. അശ്രദ്ധമായി വാഹനമോടിച്ച് ജീവഹാനി സംഭവിക്കൽ, അമിത വേഗത എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഗൌരി ശങ്കറിനെ ഒന്നാം പ്രതിയാക്കി സൌത്ത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടായത് തൊട്ടു മുമ്പിലത്തെ വാഹനത്തെ മറികടക്കുന്നതിനിടെയാണെന്നാണ് ഗൌരി ശങ്കറിന്റെ മൊഴി. കാറിനെ വലതുവശം വഴി മറികടക്കുമ്പോൾ ഉദ്ദേശിച്ച വേഗം കിട്ടിയില്ല. എതിർവശത്ത് നിന്ന് KSRTC ബസ് വരുന്നത് കണ്ട് ബ്രേക്ക് ചവിട്ടിയപ്പോൾ നിയന്ത്രണം വിട്ട് വലത്തേക്ക് തെന്നിമാറി ബസ്സിൽ ഇടിച്ചു കയറുകയായിരുന്നുവെന്നും മൊഴിയിൽ വിശദീകരിക്കുന്നു. വാഹനം വാടകയ്ക്കെടുത്തത് ഗൌരിശങ്കർ ആണെന്ന് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. വാടകയായി തന്റെ ഗൂഗിൾ പേ വഴി 1000 രൂപയും വാഹന ഉടമ ഷാമിൽ ഖാന് നൽകുകയും ചെയ്തു. അതേസമയം അപകടത്തിന് തൊട്ടുമുമ്പ് KSRTC മറികടന്നെത്തിയ കാറിന്റെ തീവ്ര വെളിച്ചത്തിൽ ഗൌരിശങ്കറിന്റെ കാഴ്ച മറഞ്ഞതായിരിക്കാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ. അപകടത്തിൽ പരിക്കേറ്റ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആൽവിൻ ജോർജിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. മറ്റു വിദ്യാർത്ഥികളായ ആനന്ദ്, മനു, കൃഷ്ണദേവ് എന്നിവരുടെ നില മെച്ചപ്പെട്ടതിനാൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. ഗൌരി ശങ്കറും കൊല്ലം ചവറ സ്വദേശി മുഹസിനും ചികിത്സയിൽ തുടരുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ.